നവീൻ ബാബുവിന്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമ്മൾ അതിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പം ലാൻഡ് റവന്യൂ കമ്മീഷനുടെ റിപ്പോർട്ട് കൂടെ വന്നത് നമ്മുടെ നിയമ പോരാട്ടത്തിന് കൂടുതൽ ശക്തി തീർച്ചയായും ശക്തി നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാനുള്ള ശക്തി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് ഉണ്ട്. കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. ദിവ്യ സമീപകാലത്തിട്ട പോസ്റ്റിലും അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതെ, അത് നമുക്ക് കുടുംബാംഗങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണിത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇതിനൊരു നിർണായകമായൊരു തെളിവായി. ഇത്തരത്തില് പുള്ളിക്ക് നേരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വന്നു എന്നുള്ളത് കുടുംബത്തിന് വലിയൊരു ആശ്വാസം. അതെ, തീർച്ചയായിട്ടും ആശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പോൾ ചടങ്ങിന് മുൻപായി ദിവ്യയുടെ ഏറ്റവും അടുത്ത ആൾ 4 തവണ കളക്ടർ സ്റ്റാഫിനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചന കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കണ്ടെത്താനായിട്ടുണ്ട്. അതെ, ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണർ കണ്ടെത്തിയ കാര്യങ്ങളാണിത്. അത് സത്യസന്ധമായ റിപ്പോർട്ടാണ്. അന്ന് ആരോപിച്ച പോലെ തന്നെ ഈ പി ദിവ്യ തന്നെയാണ് ഇത് വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ട നിർബന്ധം ചെലുത്തിയതും വീഡിയോ ചിത്രീകരിപ്പിച്ചതും എന്നുള്ളതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നമ്മൾ തീർച്ചയായിട്ടും നിയമ പോരാട്ടത്തിൽ ഇതും കൂടെ ഈ എല്ലാ കാര്യങ്ങളുടെ വെച്ചാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അടുത്ത സാധ്യത സുപ്രീം കോടതി എന്നുള്ളതാണ്. അതെ, സുപ്രീം കോടതി നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ CPM ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീതി കിട്ടും എന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് പി ദിവ്യ വീണ്ടും സജീവമായി രംഗത്തേക്ക് വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ പല നേതാക്കളും അവരുടെ നിലപാട് മാറ്റുന്നുമുണ്ട്. അത്തരത്തിലൊരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെ ആരുടെയും ഭാഗത്തുനിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ നിയമ പോരാട്ടത്തിന് മുമ്പോട്ട് പോകും, പോരാട്ടവുമായിട്ട് മുമ്പോട്ട് പോകും. നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കുടുംബത്തിന് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ്. ദിവ്യക്കെതിരെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ തീർത്തും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണുള്ളത്. ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചെന്നുള്ളതാണ് മൊഴി. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയെന്ന് കണ്ണൂർ വിഷൻ പ്രതിനിധികൾ മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നു. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചും തുടരന്വേഷണം വേണമെന്ന റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്.